ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പപ്പടക്കറി റെഡിയാക്കിയാലോ. ഈ കറിക്ക് മെയിനായിട്ട് വേണ്ടത് പപ്പടമാണ്. അതിന് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഇതേപോലെ കട്ട് ചെയ്യണം. സ്ക്വയറായിട്ടോ നേരെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇവിടുത്തെ പപ്പടം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കുറച്ച് നാട്ടിലെ പപ്പടം കൂടെ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 സവാള, 2 തക്കാളി. അത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് നമുക്ക് സവാള ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതിനെടുത്തിട്ട് ഒരു പാൻ എടുത്തിട്ട് ശേഷം അതിലേക്ക് നമുക്ക് വറുക്കാൻ വേണ്ടി നമ്മുടെ പപ്പടം വറുക്കാൻ വേണ്ടി എത്രയുള്ള എണ്ണ ഒഴിച്ച് പപ്പടം ഒന്ന് വറുത്തെടുക്കണം. പപ്പടം എല്ലാം വറുത്ത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പപ്പടം വറുത്ത പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. സവാള ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ മതി. ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് വരണ്ട് കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചോ, ഞാനിവിടെ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അരച്ചോ അല്ലാതെ പേസ്റ്റോ യൂസ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സവാളയിലോട്ട് മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1-2 പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമണം വരുന്നതിന് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. കുരുമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളം മതി. കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുക. വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനകത്ത് ഉപ്പും കൂടെ ശകലം മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇതിനോട്ട് ഇട്ട് കൊടുക്കുക. പപ്പടം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായി ഇളക്കി ഇതിനകത്ത് മസാല എല്ലാം ഇതിനകത്ത് പാകമായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ജസ്റ്റ് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പപ്പടക്കറി റെഡിയായിട്ട് ഇട്ടിരിക്കുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.